അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്സ് ഞാൻ തരാം, ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇതാണ് പലവരും ദൈവരാജ്യത്തിൽ ഇരുന്ന് പുറത്തു പോകാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. ഇത് ശ്രദ്ധിക്കണം. ഞാൻ പറയണ ഇത് ടിപ്സ് എഴുതി വെച്ചോ, വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് സംരക്ഷണം ഉണ്ടാകും. അപ്പം പിശാച് ചെയ്യുന്ന പരിപാടി ഇതാ, എങ്ങനെയെങ്കിലും ദൈവ പദ്ധതി നിന്നിൽ നടപ്പിലാകാതിരിക്കാൻ വേണ്ടി നിന്നെ പുറത്തേക്ക് എടുത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. അതിന് ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭാര്യയോ ഭർത്താവോ ഇപ്പോൾ ഒരു വഴക്കിട്ട് ഒരു പ്രശ്നം നിങ്ങളെ ചീത്ത വിളിച്ച്, അല്ല ഭർത്താവ് ചീത്ത വിളിച്ച് അവമാനിച്ച് എന്തെങ്കിലും ചെയ്ത്, അപ്പോൾ ഈ പിശാച് ചെയ്യുന്ന പരിപാടി, പിശാച് പരാജയപ്പെട്ടവരാണ്. അപ്പോൾ പിശാചിന് വലിയ ശക്തിയൊന്നുമില്ല. പക്ഷെ അവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവൻ അവിടെ കയറിയിട്ട് ഇതാദ്യം നമുക്കൊരു ബോധ്യം വേണം. ഒരിക്കലും പിശാചിനെ കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. സാത്താനെ കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ പരാജയപ്പെട്ടവനാണ്. ഈശോ കുരിശിൽ അവനെ പരാജയപ്പെടുത്തിയിരിക്കുക. പക്ഷെ അവനിക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ അവൻ നമ്മളെ ദൈവരാജ്യത്തിൽ ഇരുന്ന് പുറത്താക്കാൻ ശ്രമിക്കും. അപ്പോൾ പിശാച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് വഴി ഭാര്യയെ പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരും, വഴക്കിടും, പ്രശ്നം ഉണ്ടാക്കും. അതിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അപ്പോൾ സാത്താൻ ആഗ്രഹിക്കുന്ന എന്താണ്, ഇവിടെ ഭർത്താവിനെ കൊണ്ട് പ്രലോഭനം, ദേഷ്യം എന്ന് പറഞ്ഞ ഒരു പിശാചിനെ അവിടെ കൊടുക്കുക, അവിടെ ഒരു അരൂപീനെ കൊടുക്കും, ദേഷ്യം. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു വെറുപ്പിൻ്റെ അരൂപയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് ചേർന്നിട്ട് അവിടെ ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെട്ട് നിന്നെ പുറത്തേക്കാക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ സാത്താൻ എല്ലാവരുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്നത്, ആദ്യം ചെയ്തിരിക്കുന്നത് ഡിലേ ചെയ്യുക, ലേറ്റാക്കി കളയുക. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ക്ഷമിക്കുക, മറ്റുള്ളവരോട് വെറുപ്പ് കളഞ്ഞിട്ട് ക്ഷമിക്കുക, അനുദപിക്കുക. പക്ഷേ സാത്താൻ നമ്മളെ മനസ്സിൽ കൊടുത്തിരിക്കുക. ഞാൻ പലവരോടും കൗൺസിലിംഗ് പറയാറുണ്ട്, പോയിട്ട് ഇപ്പോൾ ക്ഷമ പറയണം, അവരോട് നേരിട്ട് പോയി പറയണം, ഫോണിൽ പറഞ്ഞാൽ പറ്റില്ലാത്ത. പക്ഷേ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറയും, അതിനുള്ള സാഹചര്യം കിട്ടിയില്ല കേട്ടോ, അവർ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ചെയ്യാം. ഡിലേ ചെയ്യിപ്പിക്കുക പിശാച് ചെയ്യുന്നത്. ഇപ്പോൾ വേണ്ട, പിന്നെ പറയാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും വഴക്കാണെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ തോന്നും, ഭർത്താവ് എന്നെ വരെ തോന്നും, വന്നോണേ നമുക്ക് അങ്ങോട്ട് ക്ഷമ പറഞ്ഞ് രമ്യപ്പെടാമെന്നൊക്കെ തോന്നും. വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആട്ടെ, വൈകുന്നേരം ആക്കുമ്പോൾ രാത്രി കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ, പ്രൈസ് ദി ലോർഡ്, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ പ്രശ്നമായി പോകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരിക്കലും ക്ഷമ പറയാൻ പറ്റാതെയാവും. ഇതാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ഡിലേ ചെയ്യിപ്പിക്കുക, ലേറ്റാക്കുമ്പോഴത്തേക്ക് അവൻ ശക്തി പ്രാപിക്കും. അവനെന്താ കാര്യമെന്ന് വെച്ചാൽ, നിനക്ക് ആദ്യം ഒരു ചെറിയ മുറിവ് മാത്രമേ ഹൃദയത്തിൽ സാത്താൻ തരുള്ളൂ. അത് ആ മുറിവ് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഓർത്തോർത്ത് വെറുപ്പിൻ്റെ അരൂപി കൊണ്ടുവരും. പിന്നെ ചീത്ത വാക്കുകൾ പറയാൻ തോന്നും. ആ സമയത്ത് ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കും, അവരോട് കുറ്റം പറയും. അപ്പോൾ കുറ്റം പറയണ അരൂപിയും വന്ന്, അപ്പോൾ ഇങ്ങനെ അവൻ 4-5 പിശാചുകൾ ഒന്ന് ചേർന്നിട്ട് പിന്നെ നിങ്ങളെ ദൈവരാജ്യത്തിൽ ഇരുന്ന് പുറത്താക്കിയിരിക്കുക. അകത്തേക്ക് കിടക്കാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. എപ്പോൾ നോക്കിയാലും ദൈവരാജ്യത്തിൻ്റെ അകത്താണെങ്കിൽ എപ്പോഴും സമാധാനവും സന്തോഷവുമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷവും സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാരണം നീ പുറത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇത് പിശാചിൻ്റെ ടെക്നിക്ക് തന്നെ എടുക്കുക. ഇത് ഈ ആഴ്ച, ഈ മാസം നിങ്ങൾ ചെയ്തോ. ഒരാൾ ഇപ്പോൾ ഭാര്യയാണ്, അപ്പോൾ അതുകൊണ്ടാണ് എഫേസ്യർ 6:12 പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ യുദ്ധം ഒരിക്കലും മാംസത്തോടോ രക്തത്തോടോ ആയിരിക്കരുത്, സാത്താനോടായിരിക്കണമെന്നാണ്. നിന്റെ ഭർത്താവാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന, ഭർത്താവ് മദ്യപിച്ച് വന്നിട്ട് അലമ്പുണ്ടാക്കി, കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല, നീ പറയേണ്ടത് ഇല്ല, ചീത്ത വിളിച്ച് നീ പറയേണ്ടത് ഡിലേ ആക്കി കളയാം. ഞാൻ പിന്നെ സംസാരിച്ചോളാം, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ കണ്ടോളാം. പ്രൈസ് ദി ലോർഡ്. അതിന് പറഞ്ഞിട്ട് പോവാം. പ്രൈസ് ദി ലോർഡ്. ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഭർത്താവ് പറയാം, ഇതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം, ഡിലേ ആക്കി കളയുക, അപ്പം സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം സംസാരിച്ചാൽ ഈ പിശാച് ശക്തി പ്രാപിക്കും, നിന്നെ എടുത്ത് പുറത്താക്കും. നീ അപ്പോൾ പറയേണ്ടത്, ഞാൻ ഇത് പിന്നെ കണ്ടോളാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തെ ജപമാലയിലേക്ക് കൊണ്ടുവരണം. ഈശോയെ, ഇങ്ങനെയൊക്കെ ഇവിടെ ഈ സംഭവം ഉണ്ടായി, ഇത് ഞാൻ അമ്മ മാതാവേ ഞാൻ ജപമാലയിൽ സമർപ്പിക്കാം. അപ്പം നിന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത്, നിന്നെ ചീത്ത വിളിച്ച്, നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ്, അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, എടീ നിന്നെക്കുറിച്ച് അവൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പം അപ്പം തന്നെ വിളിച്ചിട്ടില്ല, അവരോട് പ്രതികരിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം തന്നെ പ്രതികരിക്കാതെ അമ്മ പറയേണ്ടത്, അതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരിട്ട് പറഞ്ഞോളാം, പിന്നെ പറയാം. ഇത് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളെ ഭർത്താവ് തന്നെ നിങ്ങളോട് വന്ന് ക്ഷമ പറയും. ആദ്യം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പിശാച് അവിടെ നിന്ന് വിട്ടുമാറും. ഹല്ലേലൂയ. അതിന് പിടിച്ചിരിക്കാൻ സാധിക്കില്ല. അവൻ പരാജയപ്പെട്ടവനാണ്. നമുക്കിത് മനസ്സിലാകില്ല. അവൻ്റെ ടെക്നിക്ക് തന്നെ ഇതാണ്. അവൻ നമ്മളെ കൊണ്ട് രമ്യപ്പെടാനും അനുദപിക്കാനും താമസിപ്പിക്കുന്നത് പോലെ തന്നെ താമസിപ്പിക്കും. പിന്നെ നമ്മളും ആ ടെക്നിക്ക് തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താണെന്ന് അപ്പം തന്നെ അത് പ്രതികരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ആ സമാധാനം കിട്ടാത്ത നിൻ്റെ ഇല്ല, അത് പിശാചിനെയാണ് സമാധാനം കിട്ടാത്തത്. പ്രൈസ് ദി ലോർഡ്.
ഇപ്പം ഞാൻ അതിനെ മറുപടി പറയണം, ഇപ്പം എന്നോടാണ് പറഞ്ഞിരിക്കണം, ഞാൻ ഇപ്പം തന്നെ പ്രതികരിക്കണം, ഇപ്പം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടില്ല, ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി, ആ തൃപ്തിയായി. ആ തൃപ്തി നിൻ്റെ ഇല്ല, പിശാചിൻ്റെ ആയിരിക്കും. പിശാചിനെ ബോധ്യമായി, ഇവൻ എൻ്റെ പിടിയിലായി, ദൈവരാജ്യത്തിരുന്ന് പുറത്തായി. ദൈവരാജ്യത്തിരുന്ന് പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് നീ ആണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിന്നെ ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ ആ അപമാനം ദൈവത്തിൻ്റെ ആണെന്നാണ് സങ്കീർത്തനം 69:9 പറയുന്നത്. അത് നിൻ്റെ ഇല്ല. എന്നിട്ട് അതേപോലെ ദൈവം പറയുന്ന ആ പ്രതികാരം എൻ്റെയാണ്. ഈ ദൈവം പ്രതികാരം ചെയ്യുന്നത് നിന്നോട് ആരെങ്കിലും നിന്നെ അപമാനിച്ചു കഴിഞ്ഞാലോ, നിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലോ, ഇല്ല നിന്നെ ദ്രോഹിച്ചു കഴിഞ്ഞാലോ, ദൈവം ഈ ഹിന്ദി സിനിമയെ പോലെ ഈ നായകന്മാരെ പോലെ തോക്കെടുത്തുകൊണ്ട് വന്ന് അവരെ ചുടയൊന്നുമില്ല, ദൈവം ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്നെ ആരാണ് അപമാനിച്ചതോ അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തും. കുറച്ച് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നിന്നെ ഉയർത്തി കാണിക്കും. ദൈവം വല്ലാതെ ഉയർത്തിക്കളയും. അതാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ ദ്രോഹിച്ചോ അവരുടെ മുമ്പിൽ നിന്നെ നീതിമാനാക്കി നിന്നെ ഉയർത്തും. ഏത് മേഖലയിലാണെങ്കിലും നിന്നെ ഉയർത്തിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.